ദിസ് ഈസ് ദ സ്പിരിച്വൽ സക്സസർ ടു താരേ സമീൻ പർ. ആ മൂവിയുടെ സ്പിരിച്വൽ സക്സസർ എന്ന് വിളിക്കുന്ന ഈ പടം എന്തൂള പടമാണ് ഗൈസ്. എ ടോട്ടൽ ക്രിഞ്ച് ഫെസ്റ്റ്. What is up guys? You are already watching Cinema is Life. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുതിയ ഹിന്ദി ഫിലിം സിതാരെ സമീൻ പർ, സ്റ്റാറിംഗ് ആമിർ ഖാൻ, ജനീലിയ ഡിസൂസ, കുറേ നല്ല ക്യൂട്ട് പിള്ളേരുണ്ട് ഈ മൂവിക്കകത്ത്. ദിസ് ഈസ് ദ spiritual successor to താരേ സമീൻ പർ. So guys, താരേ സമീൻ പർ is one of the best Hindi films ever made. എൻ്റെ പേഴ്സണൽ ടോപ്പ് 5 ബെസ്റ്റ് ഹിന്ദി ഫിലിംസിൻ്റെ അകത്ത് ലിസ്റ്റിൽ താരേ സമീൻ പർ ഉണ്ട്. ആ പടം ഞാൻ കണ്ടപ്പം വരും 10-11 വയസ്സും കണ്ടാണ്. ആ സമയത്തും എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ട്, ഇപ്പം കാണുമ്പോഴും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ മൂവി. ഇത് ഞാൻ ഒരു വട്ടം ഒന്നും കണ്ടിരിക്കുന്നത്. ആ പടം ഞാനൊരു 100 വട്ടം കണ്ട് കാണും. ഇറ്റ്സ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് മൂവീസ്. ആ മൂവിയുടെ സ്പിരിച്വൽ സക്സസർ എന്ന് വിളിക്കുന്ന ഈ പടം എന്തൂള പടമാണ് ഗൈസ്. എ ടോട്ടൽ ക്രിഞ്ച് ഫെസ്റ്റ്. ക്രിഞ്ച് ജോക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം കാണാം. ബിക്കോസ് ഐ വാസ് thoroughly disappointed with this film. See, the intention behind making this film is noble. ഒരു ഗുഡ് കോസിന് ഉണ്ടാക്കിയേക്കുന്ന മൂവിയാണ്. സ്പെഷ്യലി ഏബിൾ ചിൽഡ്രൻ്റെ റിയാലിറ്റി നമ്മളെ കാണിക്കാനും, ജനറൽ പബ്ലിക് അവരുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നത് അത് കാണിക്കാനും, റിയാലിറ്റി കാണിക്കാനും, ഇതൊക്കെ കണ്ട് നമുക്കൊരു ലേണിംഗ് ലെസൺ കിട്ടി നമ്മൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനും. ദി ഇൻറ്റൻഷൻ ഇസ് പ്യോർ, ബട്ട് മേക്ക് എ ഗുഡ് ഫിലിം മാൻ. ജസ്റ്റ് മേക്ക് എ ഗുഡ് ഫിലിം. See, this film is a remake of a Spanish film called Campeones. ഇതിൻ്റെ ഇംഗ്ലീഷ് റീമേക്കും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഹിന്ദി റീമേക്കാണ് നമ്മുടെ ആമിർ ഖാൻ സാബ് ഉണ്ടാക്കിയേക്കുന്നത്. റീമേക്ക് ഉണ്ടാക്കുന്നതിന് എനിക്ക് ഒരു പ്രശ്നവുമില്ല. വേറെ ഒരു ലാംഗ്വേജിൽ ഉണ്ടാക്കിയ പടം നമ്മൾ ഈ ഒരു ഓഡിയൻസിന് വേണ്ടി ഉണ്ടാക്കുന്നത്, ദർ ഇസ് നോ ഇഷ്യൂ ഇൻ ദാറ്റ്. ബട്ട് മേക്ക് എ ഗുഡ് ഫിലിം മാൻ. ദ പ്രോബ്ലം ഈസ് ദാറ്റ് ആമിർ ഖാൻ ഇങ്ങനത്തെ ഒരു ഐറ്റം ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. പുള്ളി ഇങ്ങനെ കുറേ സോഷ്യൽ ഇഷ്യൂസ് എടുത്ത് മൂവീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് റിയലി ഗുഡ് എൻ്റർടൈനിങ് ഫിലിംസ്. 3 Idiots, എഡ്യൂക്കേഷൻ കാരണം സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന പ്രഷർ നമ്മൾ അടിപൊളിയായിട്ട് നമ്മളെ കാണിച്ചിട്ടുണ്ട്. ആ പടം കണ്ടു കഴിഞ്ഞാൽ എത്ര ആൾക്കാരുടെ മനസ്സ് മാറിയിട്ടുണ്ട്, എത്ര ആൾക്കാർക്ക് ഒരു നല്ല ലേണിംഗ് കിട്ടിയിട്ടുണ്ട്. ഇൻ എ വെരി എൻ്റർടൈനിങ് വേ ആണ് ആ മൂവി ഈ നല്ല ലേണിങ്സ് എല്ലാം നമുക്ക് തന്നേക്കുന്നത്. താരേ സമീൻ പർ. താരേ സമീൻ പറിൻ്റെ അകത്ത് നല്ല കോമഡി ഒന്നും ഇല്ലെങ്കിലും പക്ഷേ നല്ല അടിപൊളി ഒരു ഇമോഷണൽ വേയിലാണ് നമ്മളെ എല്ലാവരും ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു അസുഖത്തിനെക്കുറിച്ച് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തേം, നമ്മളെ അതിനെക്കുറിച്ച് പഠിപ്പിച്ചേം. ആ മൂവി കണ്ടു കഴിഞ്ഞ് നമ്മളെല്ലാവരുടെയും മനസ്സിൽ വരുന്ന മനമാറ്റവും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചസും ദാറ്റ് വാസ് വെരി പ്രൊഫൗണ്ട് ഗൈസ്. സോ ഹി ഹാസ് മേഡ് സച്ച് അമേസിംഗ് ഫിലിംസ് ബേസ്ഡ് ഓൺ സെൻസിറ്റീവ് ഇഷ്യൂസ്. ഇത് ആ സെയിം ടെംപ്ലേറ്റ് ആണ്, ബട്ട് ഹി ഹാസ് മേഡ് എ ടോട്ടൽ എന്താ പറയുന്ന ഒരു ഞാൻ പറഞ്ഞില്ലേ ക്രിഞ്ച് ഫെസ്റ്റ് ആണ് ഈ മൂവി. നിങ്ങൾക്ക് ക്രിഞ്ച് കോമഡി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ പടം കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യും. പടത്തിൻ്റെ സ്റ്റോറി, ഒരു ബാസ്കറ്റ് ബോൾ കോച്ചിന്, ഗവൺമെൻറ് ഡൽഹി ബാസ്കറ്റ് ബോൾ അസിസ്റ്റൻറ്റ് കോച്ചാണ്, പുള്ളിക്ക് ഒരു പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടുന്നു. സോ നൗ ഹീസ് അസൈൻഡ് ആസ് ദ കോച്ച് ഓഫ് എ ബാസ്കറ്റ് ബോൾ ടീം ഓഫ് സ്പെഷ്യലി ഏബിൾ ചിൽഡ്രൻ. സ്പെഷ്യലി ഏബിൾഡ് എന്ന് വെച്ചാൽ ഓട്ടിസം ഉണ്ട്, പിന്നെ ഡൗൺ സിൻഡ്രോം ഉണ്ട്, അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്ന ചിൽഡ്രൻ്റെ കോച്ചായിട്ട് ഈ പുള്ളിയെ നിയമിച്ചേക്കുവാണ്. അപ്പം പുള്ളി ആദ്യം ഭയങ്കര ഇൻസെൻസിറ്റീവ് ആണ് ഈ സ്പെഷ്യലി ഏബിൾ ചിൽഡ്രനെ. പുള്ളി ഇങ്ങനെ ഇവരെ പാകൽ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പുള്ളി മാത്രമല്ല, ജനറൽ പബ്ലിക് എല്ലാവരും മെൻ്റലി അൺസ്റ്റേബിൾ ആയ പിള്ളേരാണെന്ന് കരുതി ഇവരെല്ലാം അവരെ അങ്ങ് തള്ളുവാണ്. But how this journey transforms this man makes him more empathetic towards specially abled children. അതാണ് ഈ മൂവിയുടെ സ്റ്റോറി. ഈ മൂവിയുടെ കോർ എന്ന് വെച്ചാൽ ഇതൊരു സ്പോർട്സ് ഡ്രാമയാണ്. ബാസ്കറ്റ് ബോൾ ടീമാണ് ഈ പിള്ളേരുടെ. സോ എങ്ങനെ ബാസ്കറ്റ് ബോൾ ശരിക്കൊന്നും കളിക്കാൻ അറിയാത്ത ഈ പിള്ളേർ, ഈ പുള്ളിക്കാരൻ ബാസ്കറ്റ് ബോൾ പഠിപ്പിക്കുന്നത്, എങ്ങനെ ഇവരൊരു ടൂർണമെൻറ്റിൽ പോകുന്നത്, ഈ ടൂർണമെൻറ്റിൽ ഇവർ എങ്ങനെ പെർഫോം ചെയ്യുന്നത്, ഒരു സ്പോർട്സ് ഡ്രാമയാണ് ഈ മൂവിയുടെ കോർ സ്പൈൻ. സ്പോർട്സ് ഡ്രാമ ബേസിസിലായാലും ഊളപ്പടം, പിന്നെ സ്പെഷ്യലി ഏബിൾ ചിൽഡ്രൻ്റെ നീഡ്സ് ഒക്കെ നമ്മളെ കാണിക്കുന്ന ആസ്പെക്റ്റ് ആയാലും, ഐ മീൻ ഇറ്റ് വാസ് ടു പ്രീച്ചി. ഒരു മോറൽ എഡ്യൂക്കേഷൻ ക്ലാസ് എൻ്റെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കും, കാറ്റഗിസം ക്ലാസ്സിൻ്റെ ഓർമ്മ വന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഓക്കെ, നമ്മൾ ഒരു സിനിമ കണ്ട് മനസ്സിലാക്കുമല്ല, ഇതിൻ്റെ അകത്ത് വെർബൽ ഡയലോഗ്സ് യൂസ് ചെയ്ത് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. പുള്ളിക്ക് എങ്ങനെ മനമാറ്റം വന്ന് നമ്മൾക്ക് എങ്ങനെ മനമാറ്റം വരണം. ഇതൊരു ലെക്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്, ഫോഴ്സ്ഡ് ലേണിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ദാറ്റ്സ് വൈ ഐ വാസ് സേയിങ് മേക്ക് എ ബെറ്റർ ഫിലിം. ഈ ഫിലിമിൻ്റെ ഇൻറ്റൻറ്റിനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, ബട്ട് മേക്ക് എ ബെറ്റർ ഫിലിം. ഈ ഫിലിമിൻ്റെ അകത്ത് ഭയങ്കര കോമഡിയാണെന്നാണ് പറയുന്നത്. ആമിർ ഖാൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, താരേ സമീൻ പർ മേഡ് യു ക്രൈ, സിതാരെ സമീൻ പർ വിൽ മേക്ക് യു ലാഫ്. സോ പ്യോർ കോമഡി ആയിട്ടാണ് ഈ ഫിലിം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഫിലിമിൻ്റെ കോമഡി മൊത്തം എടുത്ത് നോക്കുവാണെങ്കിൽ 100%ൻ്റെ അകത്തുനിന്ന് ഒരു 20 അല്ലെങ്കിൽ 30% മാത്രം ഡീസൻറ്റ് കോമഡി ഉള്ളായിരുന്നു. ബാക്കി മെജോറിറ്റി വാസ് സൂപ്പർ ക്രിഞ്ച് കോമഡി. എനിക്ക് പേഴ്സണലി ചിരി വന്നില്ല, പക്ഷേ തിയേറ്ററിൻ്റെ അകത്തിരിക്കുന്ന കുറേ അങ്കിൾ ആൻറ്റിമാരൊക്കെ നല്ലപോലെ ചിരിക്കുന്നുണ്ടായിരുന്നു. സോ ദാറ്റ്സ് വൈ ഐ വാസ് ഫീലിംഗ് ഇറ്റ്സ് ബൂമർ കോമഡി. നമ്മുടെ പേരൻസിനൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, പക്ഷേ പേഴ്സണലി ഫോർ മീ ഇറ്റ് വാസ് സൂപ്പർ ക്രിഞ്ച്. ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ എൻ്റെ പുറകിലിരിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ട് ഇനി എന്തിനാണ് ഇരിക്കുന്നത്, എന്ത് ഊളപ്പടമാണ്. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഈ മൂവിക്കകത്തുള്ള പിള്ളേരുടെ ആക്ടിങ്. ഡൗൺ സിൻഡ്രോം, ഓട്ടിസം ഉള്ള ഈ പിള്ളേരിൽ നിന്ന് നല്ല അടിപൊളി പെർഫോമൻസ് ആണ് ഇവരെല്ലാം കാണിച്ചേക്കുന്നത്. ദേ വർ വെരി ക്യൂട്ട്. ദാറ്റ് വാസ് വൺ തിങ് വിച്ച് മേഡ് മീ റിയലി ഹാപ്പി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിനകത്ത് ആമിർ ഖാൻ്റെ എന്ത് ഊള ആക്ടിംഗ് ആണ്. പുള്ളി ഐ മീൻ ഹീസ് സച്ച് എ ഗുഡ് ആക്ടർ, ബട്ട് ഹീസ് ജസ്റ്റ് ഓവർ ആക്റ്റഡ് ഇൻ ദിസ് ഫിലിം. ഇതിനകത്ത് അപ്പം ഫോർ എക്സാമ്പിൾ ആക്ടിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇമോഷൻസ് കൺവേ ചെയ്യാൻ, നമുക്ക് ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്ത് ഇമോഷൻസ് കൺവേ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇമോഷൻസ് കൺവേ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എവിഡൻറ്റ് ഓവർ ആക്ടിങ് ചെയ്യേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ കൺഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കാൻ ഇതിൻ്റെ ആമിർ ഖാൻ ഇങ്ങനെ ചൊറിവാണ്, കൺഫ്യൂസ്ഡ് ആണെന്ന് കാണിക്കാൻ. പിന്നെ ഇവൻ ഫോർ എക്സാമ്പിൾ ചിന്തിക്കുന്നത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഓവർ ആക്ടിംഗ് ആണ് ആമിർ ഖാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഒട്ടും ഇഷ്ടപ്പെടാത്ത ആക്ടിംഗ് ആണ് പുള്ളിക്കാരൻ ചെയ്ത് കാണിച്ചു വെച്ചേക്കുന്നത്.
വേറെ ഒരു വലിയ നെഗറ്റീവ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ മ്യൂസിക്. ശങ്കർ എസാൻ ലോയ് ആണ് ഈ പടത്തിൻ്റെ മ്യൂസിക് ഉണ്ടാക്കിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർ തന്നെയാണ് താരെ സമീൻ പറിലെ മ്യൂസിക് ഉണ്ടാക്കിയിരിക്കുന്നത്. നൗ അപ്പാർട്ട് ഫ്രം ബീങ് എ ഗുഡ് ഫിലിം, താരെ സമീൻ പറിൻ്റെ ബെസ്റ്റ് തിങ് വാസ് ദ മ്യൂസിക് ആൽബം. ഈച്ച് ആൻഡ് എവറി സോങ് ഇൻ ദാറ്റ് ഫിലിം ഈസ് സ്റ്റിൽ മെമ്മറബിൾ. ഇറ്റ് വാസ് സോ ഗുഡ്. പക്ഷേ ഇവർ ഈ പടത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വെച്ചാൽ മഹാ ബോർ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഒട്ടും ഇമ്പാക്ട്ഫുൾ അല്ലാത്ത സോങ്സും. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു പാട്ട് പോലും ഓർമ്മയില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും അതേ ജനറിക്, നമ്മൾ ജനറലി കേൾക്കുന്ന ജനറിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഐ മീൻ ടു തിങ്ക് ദാറ്റ് ദീസ് വർ ദ പീപ്പിൾ ഹു മേഡ് സച്ച് മ്യൂസിക് ആൻഡ് ആർ നൗ മേക്കിംഗ് സച്ച് മീഡിയോക്കർ മ്യൂസിക് ഈസ് വാട്ട് മേക്സ് മീ സാഡ്. അത് ഫിലിം മേക്കർ ആമിർ ഖാൻ ആയാലും മ്യൂസിക് ആയാലും എല്ലാം സെയിം തന്നെ. പടത്തിൻ്റെ സ്റ്റോറിയും ഭയങ്കര ഡ്രാഗാണ്. ഇതിനകത്ത് ഓൾറെഡി ഇവരൊരു സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ തീം അതുണ്ട്. സ്പോർട്സ് ബേസ്ഡ് ഡ്രാമ രണ്ടാമത്തെ തീം ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ആംഗിളും കൂടെ കുത്തിക്കയറ്റി. ഇവർ ഒരുമിച്ച് താമസിക്കാത്ത ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, ഒരുമിച്ച് താമസിക്കാത്ത. ദാറ്റ്സ് ദ ലെവൽ ഓഫ് ഇഷ്യൂസ് ബിറ്റ്വീൻ ദം. പക്ഷേ ഇവർ കണ്ടുമുട്ടുമ്പോൾ നല്ല ജോളിയായിട്ടാണ് സംസാരിക്കുന്നത്, കളിച്ചും ചിരിച്ചും നല്ല ജോക്കൊക്കെ അടിച്ചാണ് സംസാരിക്കുന്നത്. വേർ ഇസ് ദ ബിലീവബിലിറ്റി ഫാക്ടർ മാൻ? ഓൾറെഡി അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇഫ് യു ആർ ട്രൈങ് ടു ഇൻക്ലൂഡ് ദാറ്റ് ഇൻ എ ഗുഡ് വേ. നോ, അത് പ്രോപ്പർലി റൈറ്റ് ചെയ്ത് ഒരു സ്ട്രക്ചറൊക്കെ കൊടുത്ത് ബിലീവബിൾ ആക്കും. അതൊന്നുമില്ല. സെക്കൻഡ് ഹാഫ് ഒക്കെ ആണ് ഭയങ്കര ഡ്രാഗാണ് സ്റ്റോറിക്ക്. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഓക്കെ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആവും. ബട്ട് ദാറ്റ്സ് ടിപ്പിക്കൽ സ്പോർട്സ് മൂവി ഫോർമുല. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആവും. പക്ഷേ അതർ ദാൻ ദാറ്റ് ദിസ് ഹോൾ സ്റ്റോറി വാസ് എ ബിഗ് ഡ്രാഗ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കോമഡിയൊക്കെ ഭയങ്കര ക്രിഞ്ച് കോമഡിയാണ്. പക്ഷേ ഈ മൂവിക്കകത്ത് എനിക്ക് പേഴ്സണലി ബെസ്റ്റ് കോമഡി സീൻ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആമിർ ഖാൻ്റെ മദർ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു കോമഡി സീനാണ്. അത് മൂവിയുടെ ഓൾമോസ്റ്റ് എൻ്റെ ആകുമ്പോഴാണ് വരുന്നത്. പക്ഷേ ആ ഒരു സീൻ കണ്ടപ്പോൾ ഞാൻ നല്ലപോലെ ചിരിച്ചു. അതർ ദാൻ ദാറ്റ് മെജോറിറ്റി ഓഫ് ദ കോമഡി സീൻസ് വർ ജസ്റ്റ് വെരി ക്രിഞ്ച്. ദ വൺ ഗുഡ് തിങ് അബൌട്ട് ദിസ് ഫിലിം ഇസ് ദാറ്റ് ഇല്ലോജിക്കൽ കാറ്റഗറിയിലോട്ട് ഇവർ പോകുന്നില്ല. നമ്മൾ ജനറലി ബോളിവുഡിൽ നിന്ന് കാണുന്ന സാധനങ്ങളെല്ലാം ഭയങ്കര ഇല്ലോജിക്കൽ, ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ അത് എല്ലാം ഈ സ്പെഷ്യലി ഏബിൾ ചിൽഡ്രൻ്റെ കാര്യങ്ങളും ആ സ്റ്റോറിയുടെ ആസ്പെക്ട്സും സ്പോർട്സിൻ്റെ ആസ്പെക്റ്റ് എല്ലാം നല്ല ബിലീവബിൾ ആയിട്ടാണ് ഇവർ കാണിച്ചേക്കുന്നത്. സോ ദാറ്റ്സ് വൺ ഗുഡ് തിങ്. അപ്പോൾ ഒരു സീനും കാണുന്നുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ആമിർ ഖാനും പുള്ളിക്കാരൻ്റെ വൈഫ് ഒരു പോലീസ് ഇൻസ്പെക്ടറായിട്ടൊക്കെ ഒരാളെ കാണാൻ പോകുന്നത്. അത് ഭയങ്കര ഇല്ലോജിക്കൽ ആയിട്ടുള്ള സീനായിരുന്നു. പക്ഷേ ബാക്കി അതർ ദാൻ ദാറ്റ് ഇറ്റ് വാസ് ഓൾ ഫൈൻ. സോ ഗൈസ്, ടു കൺക്ലൂഡ്, ഫോർ മീ ദിസ് വാസ് എ വെരി അണ്ടർവെൽമിംഗ് എക്സ്പീരിയൻസ്. ഇതിൻ്റെ അകത്ത് പിള്ളേരുടെ ആക്ടിങ് നല്ലായിരുന്നു, പക്ഷേ ആമിർ ഖാൻ്റെ ആക്ടിങ് ഭയങ്കര ബോറായിരുന്നു. സ്റ്റോറി വെച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര ലാഗുള്ള സ്റ്റോറി, ഭയങ്കര പ്രീച്ചി സ്റ്റോറി, ഒരു മോറൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിൻ്റെ ഓർമ്മ വന്നു. പിന്നെ ഈ മൂവിക്കകത്ത് കോമഡി ഓൾമോസ്റ്റ് 70-80% കോമഡി ക്രിഞ്ചാണ്. ചില കോമഡി സീൻസ് മാത്രമേ ഉള്ളൂ എനിക്ക് പേഴ്സണലി ഇച്ചിരി ഫണി ആയിട്ട് തോന്നിയത്. സോ ഓവറോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു മൂവി ആയിപ്പോയി. ആൻഡ് ഐ എം വെരി സാഡ് ബിക്കോസ് ഓഫ് ആമിർ ഖാൻസ് പാസ്റ്റ്, ദ കൈൻഡ് ഓഫ് ഫിൽംസ് ദാറ്റ് ഈസ് മെയ്ഡ്, ആൻഡ് നൗ ഹീസ് മെയ്ഡ് സച്ച് എ ക്രിഞ്ച് ഫിലിം. തിയേറ്ററിൽ പോയി കാണണോ വേണ്ടയോ ഒരു ആവശ്യമില്ല. നിങ്ങൾക്കിത് കാണണമെന്നുണ്ടെങ്കിൽ OTT വരുമ്പം കണ്ടാൽ മതി. So I'll be back with another review, another video. Till then, take care. Goodbye.